Hello guys, welcome to my channel Tech Mithra. ഇന്ന് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹോളിവുഡ് ഫിലിമിൽ ഐഫോണിന്റെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹലോ ഗൈസ്, ഹോളിവുഡ് ഫിലിമുകളിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിഗൂഢമായ സത്യമാണ്. സിനിമകളിലെ മോശം ആളുകളെ ഐഫോൺ ഉപയോഗിക്കാൻ ആപ്പിൾ അനുവദിക്കുന്നില്ലെന്ന് പരക്കെയുള്ളൊരു ഹൂമറാണ്. സിനിമകളിൽ ഐഫോൺ ഉപയോഗിക്കാൻ അവർ നിങ്ങളെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിഗൂഢ സിനിമ കാണുകയാണെങ്കിൽ അത് വളരെ പ്രാധാന്യമാണ്. മോശം ആളുകൾക്ക് ക്യാമറയിൽ ഐഫോൺ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഗുഡ് കഥാപാത്രമാര് ബാഡ് കഥാപാത്രമാരാണെന്ന് വെളിപ്പെടുത്തുന്നതിലൂടെ ഭാവിയിൽ നിഗൂഢത നിറഞ്ഞ സിനിമകളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അടിസ്ഥാനപരമായി എല്ലാ കഥാപാത്രങ്ങളും സമ്പന്ന ക്രൈം നോവലിസ്റ്റ് ഹാർബർ തോമിനെ കൊലപ്പെടുത്തുന്നതായി സംശയിക്കുന്നു. വിഷമിക്കേണ്ട, നിങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിർദ്ദിഷ്ട സ്ക്രീൻഷോട്ട് ജോൺസൺ പങ്കിടുന്നത് ഒരു കവർച്ചക്കാരനായിട്ടല്ല. TV ഷോകളിലും സിനിമകളിലും ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ കാണിക്കുന്നു എന്നതിനെ കുറിച്ച് നിയന്ത്രണമുള്ള വളരെ കാര്യങ്ങളായിട്ടുള്ള അഭ്യൂഹമാണ്. ബ്ലാക്ക് റൂമറുകൾ പറഞ്ഞതനുസരിച്ച് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വെളിച്ചത്തിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങളും ആപ്പിൾ ഇൻകോർപ്പറേറ്ററും അനുകൂലമായി പ്രതിഫലിക്കുന്ന രീതിയിലോ സന്ദർഭത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പറയുന്നുണ്ട്. ആപ്പിൾ ഒരു ഉൽപ്പാദനത്തെ ബാങ്ക് ചെയ്യുന്നത് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടാണ്. സ്വന്തം സ്ട്രീമിംഗ് സേവനത്തിനായി നിർമ്മിച്ച ഉള്ളടക്കത്തിൽ ആപ്പിൾ അതിന്റെ ഉപകരണങ്ങൾ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ആപ്പിളിന് ആശങ്കയുണ്ടെന്ന് കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടിരുന്നു. ഈ നിയന്ത്രണം ഒരുപാട് ദൂരം പിന്നോട്ട് പോകുന്നതായി തോന്നുന്നു. എല്ലാ നല്ല ആളുകളും മാർക്കുകൾ ഉപയോഗിക്കുന്നുവെന്നും എല്ലാ മോശം ആളുകളും വിൻഡോസ് PCകൾ ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന 2002 നിന്ന് ഈ വയർലെസ് ലേഖനം ആ യുക്തിപ്രകാരം പിന്തുടർച്ചയുള്ളതാണ്. എല്ലാവരും സാംസങ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അവരെ ആശയക്കുടുംബത്തിലാക്കുമോ എന്നതും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു നിലപാട് തന്നെയാണ്. നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഹോളിവുഡ് ഫിലിമിൽ ഒരു വില്ലൻ കഥാപാത്രം ഐഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളാണ് യഥാർത്ഥത്തിൽ വില്ലൻ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കഴിയും. അത് ആ സിനിമയെ തന്നെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാവരും എതിർക്കുന്ന ഒരു യാദർച്ഛികമായ ഒരു ഘടകം. പക്ഷേ യാഥാർത്ഥ്യ സിനിമയിൽ അതൊന്നും സത്യമായുള്ള ഒരു കാര്യമാണോ മിഥ്യയാണോ എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഗൈസ് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.